നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുവെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കാനായില്ല. ഇതോടെ ഷൈനിനെയും സുഹൃത്തിനെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഏറെ വിവാദമായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടലിൽ നിന്നുള്ള ചാടി രക്ഷപ്പെടൽ, പിന്നാലെ ലഹരി ഉപയോഗിച്ചു എന്നതിൽ പോലീസ് കേസ്. ഇതിലാണ് ഫോറൻസിക് റിപ്പോർട്ട് നടന് അനുകൂലമായിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം. ഹോട്ടലിൽ മുറിയെടുത്ത ഷൈനും സുഹൃത്തും ലഹരി ഉപയോഗിച്ചു എന്നതാണ് കേസ്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ആക്രമിക്കാൻ എത്തിയവരെന്ന് കരുതിയാണ് ഓടിയതെന്നായിരുന്നു ഷൈനിന്റെ വാദം. ഒരാഴ്ച കഴിഞ്ഞ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ലഹരി ഉപയോഗിക്കാറുണ്ടെന്നായിരുന്നു ഷൈനിന്റെ മൊഴി. കൊച്ചി നോർത്ത് പോലീസ് ഷൈനെയും സുഹൃത്ത് അഹമ്മദ് മുർഷനെയും പ്രതി ചേർത്ത് കേസെടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്കായി നഖവും മുടിയും ശേഖരിച്ചു. ഈ ഫോറൻസിക് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. ഷൈനെയും സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഈ മാസം അവസാനമായിരിക്കും നോർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുക. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.